ഹലോ മൈ ലവ്സ്, കളക്റ്റീവ് റീഡിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഡിവൈൻ എനർജീസിന് എന്തൊക്കെ ഗൈഡൻസ് ആണ് നമ്മൾക്ക് ഏവർക്കുമായിട്ട് നൽകാനുള്ളത്. ഏവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമൻ നാരായണൻ്റെ നാമത്തിൽ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. താങ്ക് യു സോ മച്ച്. ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഗൈഡൻസ് ആണ് ഞങ്ങൾക്ക് ഏവർക്കുമായിട്ട് നൽകാനുള്ളത്? താങ്ക് യു. സോ മച്ച്. താങ്ക് യു. Thank you. Thank you so much. Thank you. Okay. ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് 4 ഓഫ് സോഡ് ആണ്. 2 ഓഫ് വാണ്ട്, ജസ്റ്റിസ്, ദ മൂൺ, 7 ഓഫ് സോഡ്, 4 ഓഫ് വാണ്ട്, 8 ഓഫ് വാണ്ട്, 2 of cups, page of pentacle, bottom of the deck, 6 of sword. Okay. ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ഡിവൈൻ നൽകുന്ന ഫസ്റ്റ് ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ ഏത് ഏരിയയിലാണോ ആ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഏരിയ ഏതാണ് എന്ന് കൃത്യതയോടെ മനസ്സിലാക്കാനായിട്ട് ആത്മചിന്തനം നടത്തേണ്ടതുണ്ട്. വിത്ത് 4 ഓഫ് സോഡ് ഇവിടെ നമ്മൾ ആത്മചിന്തനം നടത്തേണ്ടതുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യേണ്ടതുണ്ട്. ലൈഫിൽ ഏത് ഏരിയയിലാണ് ആ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്ന ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മെസ്സേജാണ് ഡിവൈൻ ഇവിടെ ഫസ്റ്റ് നമ്മളിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഹെൽത്തി ബൗണ്ടറി ഓരോ വ്യക്തികൾക്കും ഓരോ ഏരിയയിലായിരിക്കാം സെറ്റ് ചെയ്യേണ്ടത്. ചിലർക്ക് ഏതെങ്കിലും വ്യക്തിയുമായിട്ടായിരിക്കാം ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. ചിലർക്ക് ഏതെങ്കിലും വസ്തുവുമായിട്ടായിരിക്കാം ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് അതിപ്പോൾ ഫോണാകാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആകാം, അല്ലെങ്കിൽ ആഹാര വസ്തുക്കളാകാം. അതുപോലെ തന്നെ ചിലർക്ക് ഏതെങ്കിലും ഹാബിറ്റുമായിട്ടായിരിക്കാം ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അത് ഡ്രിങ്കിങ് ഹാബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ എക്സസീവായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഹാബിറ്റ് ആയിരിക്കാം. ചിലർക്ക് തൻ്റെ സ്വഭാവമായിട്ടായിരിക്കാം ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. ചിലർക്ക് ആങ്കർ ഇഷ്യൂ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ആങ്കർ ഇഷ്യൂവിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ലൈഫിൽ ഓരോ ഏരിയയിലാണ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു ഏരിയ എവിടെയാണ് എനിക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആ ഒരു ചോദ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആത്മചിന്തനം നടത്തേണ്ടത്, മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ആ ഒരു ചോദ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് എനിക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇന്ന ഏരിയയിലാണ് എനിക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ ആത്മചിന്തനം നടത്തുക, ഫസ്റ്റ് നിങ്ങൾ ആത്മചിന്തനം നടത്തുക എന്നുള്ള ഗൈഡൻസ് ആണ് നമ്മളിലേക്ക് ഡിവൈൻ സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിവൈൻ ഇവിടെ 2 ഓഫ് വാണ്ടിലൂടെ നമ്മൾക്ക് തരുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ,
ഇവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യണമെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. സേഫ് പ്ലേയുടെ എനർജി ഇവിടെ വർക്കൗട്ട് ആവില്ല എന്നുള്ള ഒരു മെസ്സേജാണ് 2 of Wandsലൂടെ ഡിവൈൻ നമുക്ക് നൽകുന്നത്. ഉദാഹരണത്തിന് എക്സസീവായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ട് എങ്കിൽ, ജങ്ക് ഫുഡ് എൻ്റെ കംഫർട്ട് സോണാണ്, ജങ്ക് ഫുഡ് എൻ്റെ കംഫർട്ട് ഫുഡാണ്, അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡുമായിട്ട് എനിക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ സാധിക്കില്ല ലൈഫിൽ. ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ. ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് സേഫ് പ്ലേയുടെ എനർജി ഒരിക്കലും വർക്കൗട്ട് ആവില്ല. ഇവിടെ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതുണ്ട് എന്നുള്ള മെസ്സേജാണ് ഡിവൈൻ നമുക്ക് നൽകുന്നത്. ഓക്കെ, വിത്ത് ജസ്റ്റിസ് കാർഡ് ഇവിടെ ഡിവൈൻ നൽകുന്ന മറ്റൊരു ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും വസ്തുവിനോടോ വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാബിറ്റിനോടോ കംപ്ലീറ്റ് ആയിട്ട് നോ പറയുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലൻസിൽ മുന്നോട്ട് പോവുക എന്നതാണ്. ഓക്കെ, സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ആ ഒരു ഗൈഡൻസ് ആണ് ഡിവൈൻ ജസ്റ്റിസിലൂടെ നമുക്ക് നൽകുന്നത്. അതായത് നമ്മൾക്കിപ്പോൾ എക്സസീവായിട്ട് ഫോണിൽ റീൽസ് വാച്ച് ചെയ്യുന്ന ആ ഒരു സ്വഭാവമുണ്ട്. ഡെയിലി ഒരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് വാച്ച് ചെയ്ത് സമയം കളയുന്ന ആ ഒരു സ്വഭാവമുണ്ട് എങ്കിൽ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ ഓക്കെ, ഡെയിലി ഞാൻ ഇത്ര ടൈം മാത്രമേ റീൽസ് വാച്ച് ചെയ്യുകയുള്ളൂ എന്നൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. ഞാൻ ഡെയിലി 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അത്ര മാത്രമേ റീൽസ് വാച്ച് ചെയ്യുകയുള്ളൂ എന്നുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് റീൽസ് വാച്ച് ചെയ്യുക. ഇവിടെ റീൽസ് വാച്ച് ചെയ്യുമ്പോൾ സമയം പോകുന്നത് അറിയില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അലാറം സെറ്റ് ചെയ്താൽ മതി. അലാറം സെറ്റ് ചെയ്തിട്ട് വാച്ച് ചെയ്യുക. അതിലൂടെ നമ്മൾ അവിടെ ഹെൽത്തി ബൗണ്ടറിയാണ് സെറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീൽസിനോട് നോ പറയുന്നില്ല. നമ്മളവിടെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതിലൂടെ, സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ റീൽസ് എൻജോയ് ചെയ്യുന്നുമുണ്ട്, റീൽസ് വാച്ച് ചെയ്ത് അത് എൻജോയ് ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ സമയം വേസ്റ്റ് ആവുന്നില്ല, നമ്മുടെ സമയം നഷ്ടമാവുന്നില്ല. നമ്മുടെ ബാക്കിയുള്ള സമയത്തെ പ്രൊഡക്റ്റീവായിട്ട് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നോ പറയുകയല്ല വേണ്ടത് എന്നുള്ള ഗൈഡൻസ് ആണ് ജസ്റ്റിസിലൂടെ ഡിവൈൻ നമുക്ക് നൽകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിത്ത് ദി മൂൺ കാർഡ് ഡിവൈൻ നൽകുന്ന മറ്റൊരു ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ നമ്മളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ നമ്മളുടെ ബോഡിയെ ഒബ്സർവ് ചെയ്യേണ്ടതും, അതായത് ബോഡി നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മെസ്സേജാണ് ഇവിടെ മൂൺ കാർഡിലൂടെ ഡിവൈൻ നമ്മൾക്ക് നൽകുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ വിത്ത് ദി 7 of Swords നമ്മൾ എവിടെയാണ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ വസ്തുക്കളുമായിട്ടാണ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, ഏത് വ്യക്തിയുമായിട്ടാണ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, ഏത് ഹാബിറ്റുമായിട്ടാണ് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മളുടെ ഇൻറ്റ്യൂഷന് നന്നായിട്ടറിയാം. അതോടൊപ്പം തന്നെ നമ്മളുടെ ബോഡിക്കും നന്നായിട്ടറിയാം. നമ്മളിപ്പോൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയാണ് എങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നമ്മളുടെ ഇൻറ്റ്യൂഷൻ നമ്മളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വ്യക്തിയുമായിട്ടുള്ള സഹകരണം മുന്നോട്ടുള്ള ജേർണിയിൽ അത്ര നല്ലതല്ല, ഇവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ ആ ഒരു സ്പേസ് ആവശ്യമാണ്. ഈ ഒരു വസ്തുവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ മുന്നോട്ടുള്ള ജേർണിയിൽ നല്ലതല്ല, ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയും ഈ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട വസ്തുക്കളെ പറ്റി അല്ലെങ്കിൽ വ്യക്തിയെ പറ്റി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽസ് സെൻഡ് ചെയ്യും. ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഫുഡ് ഐറ്റം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ബോഡി അവിടെ റിയാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകുകയാണ് എങ്കിൽ ബോഡി അവിടെ റിയാക്ട് ചെയ്യാറുണ്ട്, നമുക്കൊരു ഇൻസെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ട, സെറ്റ് ചെയ്യേണ്ട ഈ ഒരു പ്രോസസ്സ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇൻറ്റ്യൂഷനെയും ബോഡിയെയും ഒബ്സർവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മളുടെ ഇൻറ്റ്യൂഷനും അതോടൊപ്പം തന്നെ നമ്മളുടെ ബോഡിയും നമ്മളോട് എന്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം അത് മെഡിറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിൽ മെഡിറ്റേഷൻ്റെ എനർജി കൂടി ആഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വിത്ത് ദി 4 of Wands ഡിവൈൻ നൽകുന്ന മറ്റൊരു മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ലൈഫിലെ കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്സിൻ്റെ പാറ്റേൺസ് എൻഡ് ആവുന്നത്. അതായത് ഒരേ ടൈപ്പിലെ റിലേഷൻഷിപ്പിനെ, ഒരേ ടൈപ്പിലെ വ്യക്തിയായിരിക്കാം പലപ്പോഴും നമ്മളിൽ പലരും അട്രാക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് വേണ്ട സ്പേസ് തരാത്ത, അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്ത, നമ്മളെ വാല്യൂ ചെയ്യാത്ത, നമ്മളെ കേൾക്കാത്ത, ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസ് ആയിരിക്കാം നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺസ് നമ്മുടെ ലൈഫിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കടന്നു വരുന്നത് അവിടെ ഇല്ലാതാവുകയും നമ്മളുടെ ലൈഫിലേക്ക് നമ്മുടെ സോൾ ഫാമിലി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾക്ക് സ്പേസ് തരുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് വാല്യൂ തരുന്ന, നമ്മൾക്ക് റെസ്പെക്റ്റ് തരുന്ന അത്തരത്തിലുള്ള സോൾ ഫാമിലി കണക്ഷൻ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു മെസ്സേജാണ് 4 of Wands ഡിവൈൻ നമ്മൾക്കായിട്ട് നൽകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിത്ത് 8 of Wands ഡിവൈൻ നമ്മൾക്ക് നൽകുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ലൈഫിലെ ബ്ലോക്കേജസിൻ്റെ പാറ്റേൺ റിമൂവ് ആവുന്നത്, ഇല്ലാതാവുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മളിൽ പലർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനൊരു ബ്ലോക്കേജ്, ഒരു കാലതാമസം നേരിടുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ, ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ബ്ലോക്കേജസിൻ്റെ പാറ്റേൺ നമ്മളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ആകുകയും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ബ്ലെസ്സിങ്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മളുടെ ലൈഫിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് കടന്നു വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 2 of Cups ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളിവിടെ ഹീലിങ്ങിൻ്റെ പോർട്ടലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് സെൽഫ് ഹീലിങ്ങിൻ്റെ പോർട്ടലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ചക്രാസ് ബാലൻസിലേക്ക് വരുന്നത്, അലൈൻമെൻറ്റിലേക്ക് വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു മെസ്സേജാണ് 2 of Cups ഡിവൈൻ നമ്മൾക്കായിട്ട് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ വൈബ്രേഷൻ ഹൈ ആവുകയും അതുപോലെ തന്നെ ആ ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരുടെ ലൈഫിലേക്ക് സോൾമേറ്റ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ആവുന്നതും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിളിലൂടെ ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ നമ്മളുടെ ലൈഫിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് ടാപ്പിൻ ചെയ്യാനുള്ള ഒരു പോർട്ടൽ നമ്മൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ പവറിലേക്കാണ് വരുന്നത്. നമ്മളിവിടെ നമ്മളുടെ പവറിനെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെയും നമ്മളെ അധീനതയിലാക്കിക്കൊണ്ടിരുന്ന വസ്തുക്കളിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന്, ഹാബിറ്റ്സിൽ നിന്നും നമ്മളുടെ പവറിനെ നമ്മളിലേക്ക് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ പവർ നമ്മളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ള ഒരു ബോധം, കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ ഒരു അവെയർനെസ് നമ്മളുടെ ഉള്ളിലേക്ക് വരും. അതിലൂടെ നമുക്ക് നമ്മളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് ടാപ്പിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ 6 of Swords എനർജിയാണ് വന്നിട്ടുള്ളത്.
മൂവ്മെൻറ്റിൻ്റെ എനർജി, പ്രോഗ്രസിൻ്റെ എനർജി. ഇവിടെ ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളുടെ ലൈഫിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ലൈഫിലെ സ്റ്റക്ക് എനർജി അലിഞ്ഞില്ലാതാവുന്നത്, നമ്മളുടെ ലൈഫിലേക്ക് മൂവ്മെൻറ്റിൻ്റെ എനർജി കടന്നു വരുന്നത്, പ്രോഗ്രസിൻ്റെ എനർജി കടന്നു വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ലൈഫ് കുറേ കൂടെ ശാന്തമാവുന്നത്, കുറേ കൂടെ പീസ്ഫുൾ എനർജിയിൽ നമ്മളുടെ ലൈഫ് മൂവ് ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു മെസ്സേജാണ് 6 ഓഫ് സോഡിലൂടെ ഡിവൈൻ നമ്മൾക്കായിട്ട് നൽകുന്നത്. ഓക്കെ, ഇവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ പറ്റി ഡിവൈൻ എനർജീസിൽ നിന്നും ഇത്രയൊക്കെ മെസ്സേജസ് ആണ് എനിക്ക് ചാനൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞ ഗൈഡൻസ് താങ്കൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്കൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, താങ്കളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ താങ്കൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. അതിലൂടെ താങ്കൾക്ക് ഞാനുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കുന്നതാണ്. പുതിയൊരു റീഡിങ്ങുമായി കാണുന്നവരേക്കും ബൈ.